നമസ്കാരം. KSR ക്ലാസ്സുകളുടെ 6ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻക്രിമെന്റ് എന്ന ഭാഗത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇൻക്രിമെന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പീരിയോഡിക്കൽ റൈസ് ഇൻ ദ ടൈം സ്കെയിലിൽ ഓരോ വർഷവും ആഡ് ചെയ്യപ്പെടുന്ന ഒരു നിശ്ചിത തുക, അത് ഏതാണെന്ന് അതത് ടൈം സ്കെയിലുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഓരോ ടൈം സ്കെയിലിനും ഓരോ സ്റ്റേജിനും ഒരു നിശ്ചിത ഇൻക്രിമെന്റുകൾ ഉണ്ടാവും. ഒരു ടൈം സ്കെയിലിൽ ഉള്ള ഒരു നിശ്ചിത സ്റ്റേജ്, ഒരു സ്റ്റേജ് ഓഫ് പേ. ആ സ്റ്റേജ് ഓഫ് പേ വേറെ എത്ര ടൈം സ്കെയിലുകളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഇൻക്രിമെന്റുകൾ ഒന്ന് തന്നെയായിരിക്കും. അതായത് ടൈം സ്കെയിലുകൾ മാറുന്നതിനനുസരിച്ച് ഇൻക്രിമെന്റുകൾ മാറുന്നില്ല. ഒരു നിശ്ചിത സ്റ്റേജ് ഓഫ് പേ വ്യത്യസ്ത ടൈം സ്കെയിലുകളിൽ ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഒരു നിശ്ചിത ടൈം സ്കെയിൽ, ഒരു നിശ്ചിത സ്റ്റേജ് ഓഫ് പേ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻക്രിമെന്റ് സ്റ്റേജ് എല്ലാ ടൈം സ്കെയിലുകളിലും ഒന്ന് തന്നെയാണ്. അതിന് കാരണം റണ്ണിങ് മാസ്റ്റർ സ്കെയിൽ എന്നൊരു സംവിധാനമാണ്. റണ്ണിങ് മാസ്റ്റർ സ്കെയിലിൻ്റെ നമ്മൾ ആ ഭാഗം പറയുമ്പോൾ പറഞ്ഞു, റണ്ണിങ് മാസ്റ്റർ സ്കെയിലിൻ്റെ നിരവധി ചെറിയ ചെറിയ പീസുകളാണ് ഓരോ 27 ടൈം സ്കെയിലുകളും. ഓരോ ടൈം സ്കെയിലുകളും 27 ടൈം സ്കെയിലുകളുള്ളത്. ഈ 27 ടൈം സ്കെയിലുകളും ഒരു റണ്ണിങ് മാസ്റ്റർ സ്കെയിലിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു സ്റ്റേജ് ഓഫ് പേ അത് എത്ര ടൈം സ്കെയിലുകളിൽ ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും അതിനുശേഷം വരുന്ന ഇൻക്രിമെന്റ് തുക ഒന്ന് തന്നെയായിരിക്കും. ഇൻക്രിമെന്റ് ഒരിക്കൽ ബേസിക് പേയിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ then it became a part of pay. ഒരു വർഷം ചോദിച്ചിരുന്നു ഇൻക്രിമെന്റ് when it dissolved in basic pay or when it is merged with basic pay, it became a part of pay. പേയുടെ ഒരു ഭാഗമായിട്ട് മാറും. സാധാരണഗതിക്ക് ഈ ഇൻക്രിമെന്റുകൾ ഒരു ഓഫീസർക്ക് നൽകുന്നത് ആനുവലി ആണ്. അതിൻ്റെ പീരിയോഡിസിറ്റി ആനുവൽ ആണ്, വാർഷിക ഇൻക്രിമെന്റ് എന്ന് പറയാം. അപ്പോൾ ഓരോ വർഷം സർവീസിൽ കയറി ഓരോ വർഷം പൂർത്തിയാകുമ്പോഴുമാണ് ഇൻക്രിമെന്റുകൾ ഒരു ഉദ്യോഗസ്ഥന്റെ ബേസിക് പേയോട് കൂടി ആഡ് ചെയ്യപ്പെടുന്നത്. അത് ഒരു വർഷം പൂർത്തിയാകുന്നത് ഏത് മാസത്തിലാണോ, മാസം മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ, ഏത് മാസത്തിലാണ്, ഡേറ്റ് എന്നോ ആയിക്കോട്ടെ. ഒരാൾ സർവീസിൽ ജോയിൻ ചെയ്തത് ഒരു വർഷത്തെ ഓഗസ്റ്റ് മാസം 16-ാം തീയതി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് തുടർന്ന് വരുന്ന എല്ലാ വർഷങ്ങളിലും ഓഗസ്റ്റ് മാസം 1-ാം തീയതി ലഭിക്കും. എക്സെപ്റ്റ് ദ ഇൻക്രിമെന്റ് ദാറ്റ് സാങ്ഷൻഡ് ടു ഹിം ഡ്യൂ ടു ദ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ആ ഇൻക്രിമെന്റ് ഒഴികെ ബാക്കി എല്ലാ ഇൻക്രിമെന്റുകളും ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ. അദ്ദേഹം അതിനിടയ്ക്ക് ഇൻക്രിമെന്റിന്റെ നോൺ ക്വാളിഫയിങ് പീരിയഡിലൊന്നും അദ്ദേഹത്തിന്റെ സർവീസിൽ വന്നിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റുകൾ ഓഗസ്റ്റ് 1 തന്നെയായിരിക്കും. അതായത് ഇൻക്രിമെന്റ് വിൽ ഫോൾ ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേറ്റ് ഓഫ് ദ മന്ത് ഓൺ വിച്ച് ദ ഓഫീസർ കംപ്ലീറ്റ്സ് ഈച്ച് ഇയേഴ്സ് ഓഫ് സർവീസ്. ഓരോ വർഷം പിന്നിടുന്നത് ഏത് മാസത്തിലാണോ ആ മാസത്തിന്റെ ഫസ്റ്റ് ഡേറ്റിൽ അദ്ദേഹത്തിന് ആ വർഷത്തെ ഇൻക്രിമെന്റ് നൽകും. ഇത് എപ്പോഴാണ്? പ്രൊബേഷൻ ഡിക്ലറേഷന് മാത്രം ഡേറ്റിലാണ്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് 2 വർഷം പൂർത്തിയാക്കുന്നത് എന്നാണോ അതിൻ്റെ അടുത്ത ദിവസം, 2 വർഷം പൂർത്തിയാകുന്നത് എന്നാണോ അതിൻ്റെ അടുത്ത ദിവസം, അന്നാണല്ലോ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ദിവസത്തിലാണ് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യുന്നത്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വൈകിക്കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് സാങ്ഷനിങ്ങും വൈകും. അപ്പോൾ ആ സെക്കൻഡ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ആഫ്റ്റർ ഓർ കോൺസിക്വന്റ് ടു ദ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ അതൊഴികെ ബാക്കി എല്ലാ ഇൻക്രിമെന്റുകളും ഫോൾസ് ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഓഫ് ദ മന്ത് on which the officer is completing every or each years of service. അതാണ് ഇൻക്രിമെന്റുകളെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ഈ ഇൻക്രിമെന്റിന് നോൺ ക്വാളിഫയിങ് സർവീസും ഉണ്ട്, ക്വാളിഫയിങ് സർവീസും ഉണ്ട്. ഒരാളുടെ സർവീസിൽ ചില പ്രത്യേക തരം ആബ്സെൻസുകൾ, സർവീസിൽ നിന്നുള്ള നിൽക്കൽ, അത് ഇൻക്രിമെന്റിനെ ബാധിക്കും. ഏതൊക്കെ തരം ആബ്സെൻസ് ആണ് ഇൻക്രിമെന്റിനെ ബാധിക്കുക എന്ന് നോക്കാം നമുക്ക്. പീരിയഡ് ഓഫ് ആബ്സെൻസ് ഓർ നോൺ ക്വാളിഫയിങ് സർവീസ് ഫോർ റെഗുലർ ഇൻക്രിമെന്റ്. അത് LWA ആസ് പെർ 12A, 12B ആൻഡ് 12C. അത് വിശദമായിട്ട് ലീവിന്റെ ചാപ്റ്ററിൽ പറയും. 12A പ്രകാരം ലീവ് എടുക്കുമ്പോഴും 12B, അപ്പൻഡിക്സ് 12A, അപ്പൻഡിക്സ് 12B, അപ്പൻഡിക്സ് 12C
ഈ 3 രീതിക്ക് ഒരു ഓഫീസർ ലീവ് എടുക്കുമ്പോൾ ആ പീരീഡ് ഇൻക്രിമെന്റിന് ക്വാളിഫയിങ് സർവീസ് അല്ല. അപ്പോൾ എന്നാണോ അത്തരം ലീവിൽ പ്രവേശിച്ചത് അന്ന് തൊട്ടുള്ള തിരിച്ച് വീണ്ടും സർവീസിൽ പ്രവേശിക്കുന്നത് വരെയുള്ള കാലഘട്ടം ഒരു ഇൻക്രിമെന്റുകൾക്ക് പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഒന്ന് ഒരു നോൺ ക്വാളിഫയിങ് സർവീസ് അതാണ്. മറ്റൊന്ന് ഇതേ LWA തന്നെ ലീവ് വിത്തൗട്ട് അലവൻസ് വിത്തൗട്ട് MC മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലല്ലാതെ LWA എടുക്കുമ്പോൾ അതും ഇവിടെ ഈ അതും ഇവിടെ ഈ ഇൻക്രിമെന്റിന് നോൺ ക്വാളിഫയിങ് സർവീസ് ആണ്. ഒരാളിപ്പോ അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഒരു വർഷം അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ഡേറ്റ് 1/7 ആണ്. 1/7 ആ 1/7 ഒരു ഇൻക്രിമെന്റ് വാങ്ങി തുടർന്നു വരുന്ന ആ ഒരു വർഷത്തിനകത്ത് അദ്ദേഹം 35 days LWA വിത്തൗട്ട് MC എടുത്തു. He took LWA without MC for 35 days. His next increment falls due on എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആ രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 35 ദിവസമാണ് എന്തെടുത്തത് അദ്ദേഹം ഈ LWA വിത്തൗട്ട് MC എടുത്തത്. അദ്ദേഹത്തിന്റെ ജോയിനിങ് ഡേറ്റ് ജൂലൈ 1 ഇൻക്രിമെന്റ് ഡേറ്റ് എങ്കിലും ജൂലൈ 1 ആയിരിക്കണം എന്നില്ല ജോയിനിങ് ഡേറ്റ്. നമുക്ക് അദ്ദേഹത്തെ ഫോർ എക്സാമ്പിൾ ഹി ജോയിൻ ഡ്യൂട്ടി ഓൺ 14th ജൂലൈ, ഏതോ ഒരു വർഷം 14th ജൂലൈ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. 14th ജൂലൈയിൽ ജോലിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹം ഒരു വർഷം 1/7 ഇൻക്രിമെന്റ് വാങ്ങി തുടർന്നുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം 35 ദിവസം LWA എടുത്തെങ്കിൽ ഈ 35 ഡേയ്സ് മുന്നോട്ട് പോകണം. അടുത്ത വർഷത്തെ ജൂലൈ 14th ഒരു വർഷം പൂർത്തിയാകേണ്ടത് 14th പൂർത്തിയാകില്ല. 35 ദിവസം വീണ്ടും മുന്നോട്ട് പോകണം. സ്വാഭാവികമായിട്ടും ആ 35 ദിവസം മുന്നോട്ട് പോയാൽ ചെന്ന് നിൽക്കുന്നത് അത് ഓഗസ്റ്റിലെ ഒരു ദിവസമായിരിക്കും. ഓഗസ്റ്റിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും. കണക്കൂട്ടിയെടുക്കണം നിങ്ങൾ. ഓഗസ്റ്റിലെ ഒരു ദിവസത്തിലായിരിക്കും അത് ചെന്ന് നിൽക്കുന്നുണ്ടാവുക. നമുക്ക് കണക്ക് കൂട്ടാം, ഇവിടെ തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അതായത് ജൂലൈ 14ലാണ് അദ്ദേഹത്തിന്റെ ഒരു വർഷം പൂർത്തിയാകേണ്ടത്. അപ്പോൾ അത് ജൂലൈ 1 ഇൻക്രിമെന്റ്. കാരണം അന്ന് നേരത്തെ പറഞ്ഞു ഏത് ദിവസം ആണെങ്കിലും പൂർത്തിയാകുന്ന ഓരോ വർഷവും പൂർത്തിയാകുന്ന ദിവസം ഏത് ദിവസമാണെങ്കിലും ഏത് ഡേറ്റിലാണെങ്കിലും ഇൻക്രിമെന്റ് ഫസ്റ്റ് ഡേറ്റിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ജൂലൈ 14 പൂർത്തിയാകേണ്ട ഒരു വർഷം വീണ്ടും 35 ദിവസം മുന്നോട്ട് പോകും. അതെങ്ങനെ കണക്കാക്കും? ജൂലൈ 14 കഴിഞ്ഞാൽ പിന്നെ ആ മാസത്തിൽ എത്ര ദിവസം ബാക്കിയുണ്ട്? 31 ദിവസമാണല്ലോ ഉള്ളത്. ആ 31 നിന്ന് 14 ദിവസം പോയി കഴിഞ്ഞാൽ അതിൽ ബാക്കി ബാലൻസ് എത്ര ദിവസമാണുള്ളത്? 31 നിന്ന് 14 ദിവസം പോയി കഴിഞ്ഞാൽ ബാക്കി 17 ദിവസം അവിടെയുണ്ട്. 17 ദിവസം. 35 നിന്ന് 17 ദിവസം പോയാൽ പിന്നെ ഒരു 18 ദിവസം വീണ്ടും ബാക്കിയുണ്ട്. ആ 18 ദിവസം ഓഗസ്റ്റിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഓഗസ്റ്റ് 18 ഒരു വർഷം പൂർത്തിയാകുന്നത്. എന്ന് 35 ദിവസം സർവീസിൽ നീക്കി കഴിഞ്ഞാൽ, സർവീസിൽ നോൺ ക്വാളിഫൈങ് ലീവ് എടുത്തു കഴിഞ്ഞാൽ ജൂലൈ 14 നിന്ന് 35 ദിവസം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വർഷം പൂർത്തിയാകുള്ളൂ. അത് ഓഗസ്റ്റ് 18. ഓഗസ്റ്റ് 18 ഒരു വർഷം പൂർത്തിയാകുന്നത്. നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. ജൂലൈ മാസത്തിൽ 17 ദിവസം ബാക്കി 18 ദിവസം. ബാക്കി 18 ദിവസം ഓഗസ്റ്റിൽ നിന്ന് എടുത്തു. ഓഗസ്റ്റ് 1 തൊട്ട് 18 വരെ ആ ഒരു വർഷം പൂർത്തിയാക്കാൻ വേണ്ടി നീക്കി വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും 18 ഒരു വർഷം പൂർത്തിയാകേണ്ടത്. അപ്പോൾ 19/8 ഇൻക്രിമെന്റിന്റെ ഡ്യൂ ഡേറ്റ്. ഇൻക്രിമെന്റ് ഡ്യൂ ഡേറ്റ് 19/8. പക്ഷേ ഇൻക്രിമെന്റ് നിയമത്തിൽ പറയുന്നുണ്ട് ഒരു മാസത്തിൽ ഇടയ്ക്ക് ഏത് ഡേറ്റിൽ ഡ്യൂ ആയാലും ഫസ്റ്റ് ഡേയിൽ കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് 1/8 കിട്ടും. ആ വർഷം 1/8 കഴിഞ്ഞ വർഷം വരെ 1/7. എല്ലാ വർഷവും 7ാം മാസത്തിലെ ഫസ്റ്റ് ഡേറ്റിൽ ഇൻക്രിമെന്റ് വാങ്ങിച്ച അദ്ദേഹം ഈ വർഷം 1/8 ഇൻക്രിമെന്റ് വാങ്ങിക്കുന്നത്. കാരണം 35 ദിവസം മുന്നോട്ട് പോകേണ്ടി വന്നു. 35 ദിവസം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം 14-ാം തീയതിയാണ് ജോയിൻ ചെയ്തതെന്ന് നമ്മൾ സങ്കല്പിച്ചു. അപ്പോൾ ആ 14 തൊട്ട് 35 ദിവസം മുന്നോട്ട് പോകേണ്ടി വന്നു. അത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ് പോയി നിന്നത്. അപ്പോൾ ഓഗസ്റ്റ് 18-ാം തീയതിയാണ് അദ്ദേഹം ആ വർഷം പൂർത്തിയാക്കിയത്. 19 ഇൻക്രിമെന്റ് എലിജിബിലിറ്റി എന്നുണ്ടെങ്കിലും അത് ആ മാസത്തെ ഫസ്റ്റ് ഡേറ്റിൽ കിട്ടും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ജൂലൈ 1 he is eligible for ഓഗസ്റ്റ് 1. അതപ്പോൾ ഒരു മാസം ഇൻക്രിമെന്റിന് വ്യത്യാസം വന്നു.
ചിലപ്പോൾ ഒരു മാസം ഇപ്പൊ ഒരു വ്യത്യാസം ഇൻക്രിമെന്റിന് വരില്ല. അങ്ങനത്തെ പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? അദ്ദേഹം ഏതോ ഒരു വർഷം ജൂലൈ 14 സർവീസിൽ ജോയിൻ ചെയ്തു. അങ്ങനെ തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും 1/7 അദ്ദേഹം ഇൻക്രിമെന്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഒരു വർഷത്തിൽ അദ്ദേഹം 12 ദിവസമാണ് LWA വിത്തൗട്ട് MC എടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസിൽ ആ വർഷത്തിൽ 12 ദിവസം ഇൻക്രിമെന്റിന്റെ നോൺ ക്വാളിഫൈങ് സർവീസ് ഉണ്ട്. അപ്പൊ ജൂലൈ 14 ഒരു വർഷം പൂർത്തിയാകേണ്ടതിന് പകരം 12 ദിവസം കൂടി മുന്നിട്ട് പോയി ജൂലൈ 26 ഒരു വർഷം പൂർത്തിയാകുന്നത്. അപ്പൊ ജൂലൈ 26 ഒരു വർഷം പൂർത്തിയായാൽ ഇൻക്രിമെന്റ് എലിജിബിലിറ്റി ജൂലൈ 26 പൂർത്തിയായാൽ ജൂലൈ 27 എലിജിബിലിറ്റി. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ നിയമപ്രകാരം ജൂലൈ മാസത്തിൽ എന്ന് തന്നെ 1-ാം തീയതി തൊട്ട് 31 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ എന്ന് എലിജിബിലിറ്റി വന്നെങ്കിലും അദ്ദേഹത്തിന് 1-ാം തീയതി തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ ആ വർഷത്തിൽ എടുത്ത ആ 14 ഡേയ്സ് ഓഫ് LWA വിത്തൗട്ട് MC അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റിനെ ബാധിച്ചില്ല. കാരണം എന്താ? നിയമം ഇങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. എങ്ങനെ? ഒരു മാസത്തിലിടയ്ക്ക് ഏത് ദിവസം ഇൻക്രിമെന്റ് വന്നാലും ആ മാസത്തിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇൻക്രിമെന്റ് ഡേറ്റ്. ആ മാസത്തിന് അപ്പുറത്തേക്ക് പോയാൽ അദ്ദേഹം ഒരാഴ്ചയും കൂടി കൂടുതൽ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓഗസ്റ്റിലേക്ക് നീളുമായിരുന്നു ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം. അപ്പോൾ ജൂലൈ 1 പകരം ഓഗസ്റ്റ് 1 അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ്. ഈ വിധത്തിൽ നോൺ ക്വാളിഫൈങ് സർവീസ് പറഞ്ഞ് ഇൻക്രിമെന്റ് ഡേറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു നോൺ ക്വാളിഫൈഡ് സർവീസ് LWA വിത്തൗട്ട് MC. ഇനി വേറൊരു നോൺ ക്വാളിഫൈഡ് സർവീസ് ഉണ്ട്. അത് സസ്പെൻഷൻ പീരീഡ് ആണ്. സസ്പെൻഷൻ മാത്രമായിട്ട് ചാപ്റ്റർ വരുന്നുണ്ട്. അവിടെ അതിന്റെ വിശദാംശങ്ങൾ പറയാം. സസ്പെൻഷൻ പീരീഡ് പല വിധത്തിൽ അത് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്കിൽ അത് പഠിക്കും. പല വിധത്തിൽ അത് ട്രീറ്റ് ചെയ്യും. ചിലപ്പോൾ അത് ട്രീറ്റ് ചെയ്യുന്നത് സസ്പെൻഷൻ പീരിയഡ് മേ ബി ട്രീറ്റഡ് ആസ് LWA എന്ന് പറയും. അതൊക്കെ ഇദ്ദേഹം എന്ത് കാരണം കൊണ്ട് സസ്പെൻഷനിലായോ ആ റീസന്റെ ഇന്റൻസിറ്റി അനുസരിച്ചാണ് ഏത് വിധത്തിൽ അത് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വിധിയാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന്റെ ഫൈനൽ സസ്പെൻഷൻ കഴിഞ്ഞ് റീഇൻസ്റ്റേറ്റ് ചെയ്യാമെന്ന ആ ഉത്തരവിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞത് എന്താ? ദ സസ്പെൻഷൻ പീരിയഡ് മേ ബി ട്രീറ്റഡ് ആസ് LWA എന്ന് പറയുകയാണെങ്കിൽ അതും ഒരു നോൺ ക്വാളിഫയിങ് സർവീസ് ആണ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻക്രിമെന്റ് ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വന്നാൽ താരതമ്യേന ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ മന്ത് ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി എടുത്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് നോൺ ക്വാളിഫൈങ് സർവീസ്? LWA ആസ് പെർ 12A, 12B, 12C, LWA വിത്തൗട്ട് MC and suspension period which is treated as LWA. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ സർവീസിൽ വരികയാണെങ്കിൽ അത് ആ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണോ അത്രയും ദിവസം ഇൻക്രിമെന്റ് മുന്നോട്ട് നീളും. അത്രയും ദിവസം ഇൻക്രിമെന്റ് മുന്നോട്ട് നീളും എന്നുള്ളത് കൊണ്ട് ഇൻക്രിമെന്റ് ഡേറ്റ് മാറിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. രണ്ടും വിത്തിൻ ദ മന്ത് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ജൂലൈ 14 വർഷം തികയുന്നു, ജൂലൈ 28 വരെ പോണ്ടി വന്നാലും ജൂലൈ 31 വരെ പോണ്ടി വന്നാലും ഇൻക്രിമെന്റ് ഡേറ്റിൽ മാറില്ല. അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴേ ഇൻക്രിമെന്റ് ഡേറ്റ് അടുത്ത മാസത്തേക്ക് മാറുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ഇൻക്രിമെന്റ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് എത്തണം. ഇനി ഇതിന്റെ ക്വാളിഫയിങ് സർവീസ് എന്തൊക്കെയാണ്? ആബ്സെൻസ് പറയുന്നത് എല്ലാ ആബ്സെൻസും ഇൻക്രിമെന്റിന് നോൺ ക്വാളിഫയിങ് സർവീസ് അല്ല. ഇപ്പോ LWA തന്നെ എടുത്തു, LWA വിത്ത് MC എടുത്തു. വിത്ത് MC LWA എടുത്താൽ അത് ക്വാളിഫയിങ് സർവീസ് ആണ്. ഇൻക്രിമെന്റ് ഡേറ്റ് മുന്നോട്ട് നീളില്ല. വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രിമെന്റിന് ഒരു ക്വാളിഫയിങ് സർവീസ് ആണ്, മുന്നോട്ട് നീളില്ല. അതുകൂടാതെ ഈ മെറ്റേണിറ്റി ലീവിന് ശേഷം ഒരു 60 ഡേയ്സ് ഓഫ് LWA വിത്തൗട്ട് MC എടുക്കാം. 180 ഡേയ്സ് മെറ്റേണിറ്റി ലീവ്. അതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് ജോയിൻ ചെയ്താലല്ല, കണ്ടിന്യൂവേഷൻ ആയിട്ട് വിത്തൗട്ട് ജോയിനിങ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് മെറ്റേണിറ്റി ലീവ്. If a lady officer took 60 days of LWA without MC, adum even though that LWA is without MC, it is treated as a qualifying service for increment. Adum increment qualifying service aanu. Maternity leave ode increment qualifying service aanu. Appo adana mattonu. Pinne rule 91 prakaram study purpose ni leave kittum. Rule 91 prakaram
ഈ റൂൾ 91 പ്രകാരം സ്റ്റഡി പർപ്പസിന് ലീവ് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്ന ലീവ് അല്ല. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകാൻ വേണ്ടി അങ്ങനെ കിട്ടുന്ന ആ കോഴ്സ്, ഏത് കോഴ്സാണോ ഈ ഓഫീസർ ഒരു ഫർദർ ഹയർ സ്റ്റഡിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, ആ കോഴ്സ് ആ ഓഫീസറുടെ ലീനിന്, ആ ഓഫീസറുടെ പോസ്റ്റിന്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിന് കൂടുതൽ ബെനിഫിഷ്യലായി മാറും എന്നുണ്ടാവണം. അതായത് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റ് ഗ്രാജുവേഷൻ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു HSST, ഒരു PhD ചെയ്യാൻ വേണ്ടി ഒക്കെ ലീവ് എടുക്കുമ്പോൾ അത് ലീവ് 91 പ്രകാരം ഹയർ സ്റ്റഡീസിന് 91 പ്രകാരം ലീവ് സാങ്ഷൻ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഈ ഇൻക്രിമെന്റുകൾക്ക് ക്വാളിഫയിങ് സർവീസ് ആണ്. റൂൾ 91 പ്രകാരം ലീവ് ഇൻക്രിമെന്റുകൾക്ക് ക്വാളിഫയിങ് സർവീസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇൻക്രിമെന്റുകളുടെ ക്വാളിഫയിങ് സർവീസുകളും നോൺ ക്വാളിഫയിങ് സർവീസുകളും. ഈ ഭാഗത്ത് നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻക്രിമെന്റ് ക്വാളിഫയിങ് സർവീസ് എന്താ, നോൺ ക്വാളിഫയിങ് സർവീസ് എന്തൊക്കെയാണ്. അങ്ങനെ ഡയറക്റ്റ് അല്ല ക്വസ്റ്റ്യൻസ് വരിക. ഇത്തരത്തിലുള്ള ലീവ് എടുത്തു, നെക്സ്റ്റ് ഇൻക്രിമെന്റ് എന്നാവും, ആ രീതിക്കാണ് ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രൊബേഷനെ കുറിച്ചിട്ടാണ്. പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരീക്ഷണ കാലം. അതാണ് പ്രൊബേഷൻ. സർക്കാർ ഓഫീസർമാരിൽ ഒരു വിഭാഗക്കാരാണ് പ്രൊബേഷണേഴ്സ് എന്ന് പറയും. പ്രൊബേഷണേഴ്സ്, അപ്രന്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിഭാഗങ്ങളുണ്ട്. റെഗുലർ ഓഫീസേഴ്സ്, വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മളിവിടെ പ്രൊബേഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂലി അപ്പോയിന്റഡ് ഓഫീസർ ഈസ് പ്ലേസ്ഡ് അണ്ടർ പ്രൊബേഷൻ ഫോർ എ പർട്ടിക്കുലർ പീരിയഡ്. പർട്ടിക്കുലർ പീരിയഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി ഇറ്റ് ഈസ് 2 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 years. അതിൽ ചില മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ 1 വർഷം ആണ് പ്രൊബേഷൻ പീരിയഡ്. ലാസ്റ്റ് ഇയർ ഓഫീസേഴ്സ് ആണെങ്കിൽ 1 വർഷം ആണ് പ്രൊബേഷൻ പീരിയഡ്. മറ്റുള്ളവർക്ക് 2 വർഷമാണ് പ്രൊബേഷൻ പീരിയഡ്. ഈ 2 വർഷത്തെ സേവനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിരീക്ഷണ കാലമാണ്. വെദർ ഹി ഈസ് ഫിറ്റ് ഇനഫ് ടു കണ്ടിന്യൂ ആസ് എ ഗവൺമെന്റ് സർവൻറ്റ് എന്നതിൻ്റെ ഒരു നിരീക്ഷണം ആണ് പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രൊബേഷൻ പീരിയഡ് 2 വർഷക്കാലമാണെങ്കിൽ ഈ 2 വർഷക്കാലം കണ്ടിന്യൂസ് പീരിയഡ് ഓഫ് 2 years വിത്തിൻ എ പീരിയഡ് ഓഫ് 3 years എന്ന് പറഞ്ഞാൽ എന്താ? 2 വർഷത്തെ തുടർച്ചയായ സേവനം. ഈ 2 വർഷ തുടർച്ചയായ സേവനത്തിൽ എവിടെയെങ്കിലും ഒരു ഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആ ബ്രേക്ക് കോമ്പൻസേറ്റ് ചെയ്യാനാണ് അനദർ 1 year കൂടി തന്നിട്ടുള്ളത്. 2 വർഷം തുടർച്ചയായ സേവനം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്തെങ്കിലും ആകസ്മിക പ്രശ്നങ്ങൾ മൂലം നടക്കാതെ വരാം. അങ്ങനെ നടക്കാതെ വരുമ്പോൾ എത്രയാണോ ഈ 2 വർഷത്തിൽ കുറവ് വന്നത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അടുത്ത 1 വർഷത്തിൽ നിന്ന് നമുക്ക് പീരീഡ് എടുക്കാം. അതാണ് 2 years ഓഫ് സർവീസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 years. 2 years ഓഫ് സർവീസ് എന്ന് പറയാവും നല്ലത്. 2 years ഓഫ് സർവീസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 years. അതാണ് പ്രൊബേഷൻ കാലാവധി. ഈ പ്രൊബേഷൻ കാലാവധി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയാലാണ് നമുക്ക് സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടുക. ഫസ്റ്റ് ഇൻക്രിമെന്റ് നോ ഡൗട്ട് വിൽ ബി awarded on the first date of the month on which the officer completes first year of service. 1 വർഷം ഫസ്റ്റ് ഇയർ എന്ന് ഏത് മാസത്തിന്റെ ഏത് ഡേറ്റിൽ കംപ്ലീറ്റ് ചെയ്താലും ആ മാസത്തിന്റെ ഫസ്റ്റ് ഡേറ്റിൽ he is getting his first increment. But for the sanctioning of second increment, the probation declaration, the probation of the officer shall be completed satisfactorily എന്ന് പറയും. എന്താ അതിന്റെ സാറ്റിസ്ഫാക്ടറിലി എന്ന് പറഞ്ഞാൽ ആ സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രൊവൈഡഡ് ഹി ഷുഡ് നോട്ട് ടേക്ക് എനി ലീവ് വിച്ച് സ്റ്റാൻഡ്സ് ആസ് നോൺ ക്വാളിഫയിങ് സർവീസ് ഫോർ പ്രൊബേഷൻ. പ്രൊബേഷന് നോൺ ക്വാളിഫയിങ് സർവീസായി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആബ്സെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രൊബേഷനെ ബാധിക്കും. അത്രയും ദിവസം മുന്നോട്ട് വീണ്ടും പോകണം. ഒന്നത്. രണ്ടാമത്തത്, ചില ഓഫീസേഴ്സിന് ദേ ഹാവ് ടു കംപ്ലീറ്റ് സം മാൻഡേറ്ററി, ദേ ഹാവ് ടു ക്വാളിഫൈ സം മാൻഡേറ്ററി എക്സാമിനേഷൻസ്. നിർബന്ധമായും പ്രൊബേഷൻ ടൈമിൽ പാസ്സായിരിക്കേണ്ട ചില എക്സാമിനേഷൻസ് ഉണ്ട്. കോമൺ എക്സാമിനേഷനാണ് MOP, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ്. ഗസറ്റ് റാങ്കിൽ കയറുന്നവരാണെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് പാസ്സായാലാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ചില എക്സാമിനേഷൻസ് ഉണ്ട്. ഇങ്ങനെ ജനറൽ ആണ് MOP, അത് ഗസറ്റ് ഓഫീസേഴ്സ് ആണെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ്.
പാസ്സായിരിക്കണം. എന്നാലേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഡിലേ, എനി ഡിലേ ഒക്കേർഡ് in the completion or on acquiring the test qualification will affect the declaration of probation. ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ വൈകിപ്പോയാൽ പ്രൊബേഷൻ ഡിക്ലറേഷൻ വഴുകും. അതുപോലെ തന്നെ ഇതിൽ അനുവദിക്കപ്പെടാത്ത ഏതെങ്കിലും ആബ്സെൻസ് ഉണ്ടായാൽ അവിടെ അത് പ്രൊബേഷൻ ഡിക്ലറേഷനെ ബാധിക്കും. പിന്നെ ഡയസ്നോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സമരം, ഏതെങ്കിലും സ്ട്രൈക്കിൽ പങ്കെടുത്താൽ സർക്കാരിന് സംഘടനകൾ അംഗീകരിച്ച ഏതെങ്കിലും സ്ട്രൈക്കിൽ പങ്കെടുത്ത് ആ സ്ട്രൈക്ക് സർക്കാർ മുന്നേ തന്നെ ഡയസ്നോണായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം സ്ട്രൈക്കുകൾ പങ്കെടുക്കുമ്പോൾ ആ പീരീഡിനെയാണ് നമ്മൾ ഡയസ്നോൺ എന്ന് പറയുക. ആ പീരീഡ് ഓഫ് ആബ്സെൻസ് ആയിരിക്കും. നമുക്ക് സാലറി കിട്ടില്ല. ഡയസ്നോൺ അങ്ങനെ പലതൊന്നും കണക്കാക്കില്ല. അതൊക്കെ നമ്മൾ വിശദീകരണം പഠിക്കും. ഡയസ്നോൺ ഏതിനൊക്കെയാണ് ക്വാളിഫൈ ചെയ്യുക, ഏതിനൊക്കെയാണ് ക്വാളിഫൈ ചെയ്യാത്തത്. ഇപ്പോൾ ഡയസ്നോൺ ഇവിടെ ഇതിന് ക്വാളിഫൈ ചെയ്യില്ല. ഏതിന്? പ്രൊബേഷന്. ഒരു നോൺ ക്വാളിഫൈയിങ് സർവീസാണ് ഡയസ്നോൺ. പ്രൊബേഷൻ പീരീഡിൽ ഡയസ്നോൺ വന്നാൽ അതൊരു നോൺ ക്വാളിഫൈയിങ് സർവീസാണ്. പിന്നെ ഈ പ്രൊബേഷനെ പറ്റി പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ലെവലിലല്ല ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് ഓഫീസർ ജോയിൻസ് ഒരു ഡേറ്റ് തരും ആൻഡ് ഹി ടുക്ക് ഇത്ര ഡേയ്സ് ഓഫ് എൻ ലീവ് വിത്തൗട്ട് NC, ഇത്ര ദിവസം മറ്റ് കാഷ്വൽ ലീവ്, അങ്ങനെയൊക്കെ പണ്ട് ഒരു ക്വസ്റ്റ്യൻ വരും. ഹിസ് ഫസ്റ്റ് വാട്ട് വുഡ് ബി ദ ഡേറ്റ് ഓഫ് ഹിസ് ഫസ്റ്റ് ഇൻക്രിമെന്റ്, സെക്കൻഡ് ഇൻക്രിമെന്റ് ആൻഡ് തേർഡ് ഇൻക്രിമെന്റ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു ഓഫീസർ ഇന്ന ഡേറ്റിൽ ജോയിൻ, അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തതിന്റെ. അപ്പോൾ നമുക്ക് വിശദമാക്കി പറയാം. ഇപ്പോൾ ഒരു ഓഫീസർ ഇന്ന ഡേറ്റിൽ ജോയിൻ ചെയ്തു, 2 വർഷത്തിനകത്ത് ഇത്ര ദിവസം അദ്ദേഹം LWA വിത്തൗട്ട് MC എടുത്തു, അല്ലെങ്കിൽ LWA വിത്ത് MC എടുത്തു. എന്താ? രണ്ടും പ്രൊബേഷൻ നോൺ ക്വാളിഫൈങ് ആണ്. ഈ ഇൻക്രിമെന്റ് കേസിലാണ് LWA വിത്തൗട്ട് MC നോൺ ക്വാളിഫൈങ് സർവീസും വിത്ത് MC ക്വാളിഫൈങ് സർവീസും ആയിട്ട് വരാം. തെറ്റിക്കരുത്. നോർമൽ ഇൻക്രിമെന്റിന് ഒരു റെഗുലർ എംപ്ലോയിക്ക്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരു എംപ്ലോയിക്ക് LWA വിത്ത് MC ആണെങ്കിൽ അത് ഇൻക്രിമെന്റിന് ക്വാളിഫൈങ് സർവീസ് ആണ്. എന്നാൽ ഒരു പ്രൊബേഷണർക്ക് LWA വിത്ത് MC എടുത്താലും വിത്തൗട്ട് MC എടുത്താലും അത് നോൺ ക്വാളിഫൈങ് സർവീസ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. ഒരു 10 ദിവസം വിത്ത് MC എടുത്തു, 15 ദിവസം വിത്തൗട്ട് MC എടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് കിട്ടും, സെക്കൻഡ് ഇൻക്രിമെന്റ് എന്ന് കിട്ടും, തേർഡ് ഇൻക്രിമെന്റ് എന്ന് കിട്ടും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ഹി മെയ്ഡ് എ ഡിലേ ഓഫ് 2 months ഇൻ ക്വാളിഫൈയിങ് ദ മാൻഡേറ്ററി എക്സാമിനേഷൻസ്. അങ്ങനെയൊക്കെ ഇതിന് എന്തൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ അതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ചോദ്യം ഇതാണ്: ഫസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് കിട്ടും, സെക്കൻഡ് ഇൻക്രിമെന്റ് എന്ന് കിട്ടും, തേർഡ് ഇൻക്രിമെന്റ് എന്ന് കിട്ടും. ഫസ്റ്റ് ഇൻക്രിമെന്റ് കാര്യത്തിൽ നിങ്ങൾ ഒന്നും ഭയപ്പെടണ്ട. ഫസ്റ്റ് ഇൻക്രിമെന്റ് ചോദിച്ചാൽ എന്ത് എഴുതുക? എന്ന് സർവീസിൽ ജോയിൻ ചെയ്തോ അന്ന് തൊട്ട് 1 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് ഏത് മാസത്തിലാണോ ആ മാസത്തിന്റെ ഫസ്റ്റ് ഡേറ്റ് ആണ് ഫസ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റ്. ഓക്കെ, അത് ശരിയായി. സെക്കൻഡ് ഇൻക്രിമെന്റ് എന്തൊക്കെ നോൺ ക്വാളിഫൈയിങ് സർവീസ് ഇദ്ദേഹത്തിന്റെ ഈ 2 വർഷത്തിനകത്ത് വന്നിട്ടുണ്ടോ ആ നമ്പർ ഓഫ് ഡേയ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം 2 വർഷം പൂർത്തിയാക്കേണ്ടിരുന്ന ദിവസം എന്തായിരുന്നോ അതിൽ നിന്ന് അത്രയും ദിവസങ്ങൾ മുന്നോട്ട് പോയി എന്നാണോ ആ ഡേ വന്നു നിൽക്കുന്നത് അതിന്റെ നെക്സ്റ്റ് ഡേയിലാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ വരുന്നത്. അപ്പോൾ അന്നാണ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടുക. 1 മാസം വൈകിയാവാം, 2 മാസം വൈകാം, 6 മാസം വൈകിട്ടാവാം. എന്നാണ് അദ്ദേഹം ഇതൊക്കെ ഫുൾഫിൽ ചെയ്തത് അന്ന് അദ്ദേഹത്തിന് സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടും. പക്ഷേ അവർ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം, തേർഡ് ഇൻക്രിമെന്റ് will get the officer on the first day of the month on which the officer completes 3 years of service. 3 വർഷം എന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന സർവീസിൽ കയറി 3 വർഷം എന്ന് കംപ്ലീറ്റ് ചെയ്യുന്നോ ആ മന്തിന്റെ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ, അതായത് ഫസ്റ്റ് ഇൻക്രിമെന്റ് കിട്ടിയ അതേ ഡേറ്റ് തന്നെ എന്തും കിട്ടും, തേർഡ് ഇൻക്രിമെന്റും കിട്ടും. അവിടെ മാറ്റം വരില്ല. എന്തായെന്ന് മനസ്സിലാക്കുന്നത്? എനി ഡിലേ ഒക്കേർഡ് ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ വോണ്ട് അഫക്റ്റ് ദ സാങ്ഷനിങ് ഓഫ് ഫ്യൂച്ചർ ഇൻക്രിമെന്റ്സ്. ഡേറ്റ് ഓഫ് സാങ്ഷനിങ് ഓഫ് ഫ്യൂച്ചർ ഇൻക്രിമെന്റ്സ് ബാധിക്കില്ല. പക്ഷേ ആ തേർഡ് ഇൻക്രിമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഇൻക്രിമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ അഥവാ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹം സെക്കൻഡ് ഇൻക്രിമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അദ്ദേഹം വർഷങ്ങളുടെ താമസം ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്തത് ഏത് ഡേറ്റിലാണോ
അതിനുശേഷം മാത്രമേ തേർഡ് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ തേർഡ് ഇൻക്രിമെന്റ് എന്ന് സാങ്ഷൻസ്, ഡേറ്റ് ഓഫ് സാങ്ഷനിങ് എന്നാണെങ്കിലും അതിന് ഈ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുൻകാല പ്രാബല്യം ഉണ്ടാവും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ, തേർഡ് ഇൻക്രിമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇൻക്രിമെന്റ് വാങ്ങണം. സെക്കൻഡ് ഇൻക്രിമെന്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ഉണ്ടാവുന്ന കാലതാമസം തേർഡ് ഇൻക്രിമെന്റിന്റെ സാങ്ഷനിങ്ങിനെ ബാധിക്കുന്ന ഒരു ഘടകമല്ല എങ്കിൽ പോലും പ്രൊബേഷൻ എന്ന് ഡിക്ലെയർ ചെയ്യുന്നോ അതിനുശേഷം മാത്രമേ തേർഡ് ഇൻക്രിമെന്റ് മുൻകാല പ്രാബല്യത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാൽ സെക്കൻഡ് ഇൻക്രിമെന്റിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നാണോ നിങ്ങൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് അന്നേ നിങ്ങൾക്ക് സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടുള്ളൂ. അപ്പൊ എത്രത്തോളം വഴുകുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സെക്കൻഡ് ഇൻക്രിമെന്റ് നഷ്ടമായിട്ട് വരും. 1 മാസം വൈകിയാൽ 1 മാസം നഷ്ടം, 5 മാസം വൈകിയാൽ 5 മാസം നഷ്ടപ്പെട്ടു, 5 മാസത്തെ സെക്കൻഡ് ഇൻക്രിമെന്റ് നഷ്ടപ്പെട്ടു. അതാണ്. ഇനിയിപ്പോൾ പ്രൊബേഷൻ ഇതൊന്നും അല്ലാതെ ഒരാളെ നീണ്ടുപോകാൻ ചിലപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ ഒക്കെ വരാൻ ചിലപ്പോൾ കാലതാമസം വരും. ചിലരെ സ്വന്തം തെറ്റുകൊണ്ടല്ല. ഏത് നമ്മുടെ സർവീസ് കയറി 2 വർഷത്തിലേക്ക് ഒരു ലീവും അങ്ങനെ ആവശ്യമില്ലാത്ത ലീവൊന്നും എടുത്തില്ല, ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു, പക്ഷെ സർവീസ് റെഗുലറൈസ് ചെയ്ത് വരാൻ വൈകി, പോലീസ് വെരിഫിക്കേഷൻ വരാൻ വൈകി. അത് 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ വന്നാൽ നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വൈകുമെന്നേ ഉള്ളൂ. എന്ന് ഡിക്ലെയർ ചെയ്താലും യഥാർത്ഥ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ തന്നെയായിരിക്കും അവിടെ എഫക്റ്റിൽ വരിക. അന്ന് തൊട്ടുള്ള അരിയർ നമുക്ക് എഴുതിയെടുക്കാം. കാരണം നമ്മുടെ കുറ്റം കൊണ്ടല്ല. അതാണ് ഈ പ്രൊബേഷൻ ഡിക്ലറേഷന്റെ ഒരു പ്രത്യേകത. നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ ഡിക്ലറേഷൻ ഡേറ്റ് വൈകിപ്പോയാൽ നമുക്ക് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ എന്നാണോ അന്നോട്ട് ഡിക്ലെയർ ചെയ്ത് കിട്ടും. അല്ലാതെ വൈകുമ്പോൾ ആ വൈകുന്നതിനനുസരിച്ച് അത്രയും മാസങ്ങളിലെ ഇൻക്രിമെന്റുകൾ നമുക്ക് നഷ്ടം വരും. ആ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷന്റെ ഡിലേ തേർഡ് ഇൻക്രിമെന്റ് സാങ്ഷനിങ്ങിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പ്രൊബേഷനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ. ഇൻക്രിമെന്റിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് എന്ന്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കേട്ടിട്ടുണ്ടാവും. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്, സ്റ്റാഗ്നേഷൻ ആവുക എന്ന് പറഞ്ഞാൽ അവിടെ തടഞ്ഞു നിർത്തുക, മുന്നോട്ടുള്ള പ്രയാണം നിൽക്കുക. അതാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ ആവുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലുള്ള ഈ ടൈം സ്കെയിൽ നോക്കൂ. 26,500 തൊട്ട് 60,700 വരെയുള്ള 5ാമത്തെ ഒരു ടൈം സ്കെയിലാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. 26,500, 700 അങ്ങനെ പോയി ലാസ്റ്റ് 60,700 എത്തുന്നു. ഒരു ഓഫീസർ ടൈം സ്കെയിൽ, അദ്ദേഹം ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ടൈം സ്കെയിലാണത്. അങ്ങനെ ശമ്പളം വാങ്ങിച്ച് അത് അദ്ദേഹത്തിൻ്റെ ബേസിക് പേ കഴിഞ്ഞ വർഷം 60,700 എത്തി. അതായത് ആ ഏത് ടൈം സ്കെയിലിനെ ബേസ് ചെയ്താണോ ശമ്പളം വാങ്ങിക്കുന്നത്, ദ ഓഫീസർ റീച്ച്ഡ് അറ്റ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടൈം സ്കെയിൽ. അവിടെ എത്തി. 1 വർഷം കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെന്റ് കാലാവധി ആയല്ലോ. ഈ ടൈം സ്കെയിൽ നോക്കുമ്പോൾ ആ ടൈം സ്കെയിലിൽ ആ 60,700 ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം, ഏത് സ്റ്റേജോ ആവാം, ആ സ്റ്റേജിലെത്തി. ആ സ്റ്റേജിൽ എത്തുമ്പോൾ അടുത്ത ഇൻക്രിമെന്റ് ആ ടൈം സ്കെയിലിൽ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഇൻക്രിമെന്റ് ഇല്ല എന്നാണോ? അദ്ദേഹത്തിന് ഇൻക്രിമെന്റ്, ആനുവൽ ഇൻക്രിമെന്റ് അദ്ദേഹത്തിന്റെ അവകാശമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയാം. എന്താ അത്? when an officer reaches at the highest of his time scale, highest stage of his time scale, അതിനെ നമ്മൾ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. അങ്ങനെ സ്റ്റാഗ്നേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുശേഷം കൊടുക്കുന്ന ഇൻക്രിമെന്റുകളെയാണ് പ്രത്യേക നിയമത്തിന്റെ കീഴിൽ അതിനുശേഷം വീണ്ടും ഇൻക്രിമെന്റ് കുറച്ചു കാലത്തേക്ക് കൂടി തടയപ്പെടില്ല. അങ്ങനെ കൊടുക്കുന്ന ഇൻക്രിമെന്റുകളെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്സ് എന്ന് പറയാം. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് എന്ന് പറയും. എപ്പോഴാണ് ഒരാൾക്ക് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കിട്ടുക? when he reaches at the highest of his time scale, and the increment that he is going to get after reaching that highest point is called stagnation increment. അവിടെ എത്തുന്നതിനെ സ്റ്റാഗ്നേഷൻ എന്നും ശേഷം വാങ്ങിക്കുന്ന ഇൻക്രിമെന്റുകളെ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകൾ എന്ന് പറയും. ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ആയിട്ട് എന്താ കൊടുക്കുക? by which increment the officer reaches at the top, at the highest.
that increment will be given to him as his stagnation increment. അപ്പോൾ 60,700 എത്തിക്കഴിഞ്ഞാൽ ആ 60,700 ശേഷം വരുന്ന ഇൻക്രിമെന്റ് അല്ല അവിടെ കൊടുക്കുക. റണ്ണിങ് മാസ്റ്റർ സ്കെയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 60,700 കഴിഞ്ഞാൽ അടുത്ത ഇൻക്രിമെന്റ് 1,500 ആണ്. പക്ഷെ ഇയാൾക്ക് 1,500 അല്ല കിട്ടുക സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ആയിട്ട്, 1,400 കിട്ടുള്ളൂ. എന്താ കാരണം? ഏത് സ്റ്റേജിലാണോ, ഏത് ഇൻക്രിമെന്റിലൂടെയാണോ ആ ഹയസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്, ആ ഇൻക്രിമെന്റ് ആണ് തുടർന്ന് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകളായിട്ട് ലഭിക്കുക. ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകൾ ആജീവനാന്തം ലഭിച്ചുകൊണ്ടിരിക്കുമോ? അതില്ല. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ഇപ്പോൾ 5 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്സ് ആണുള്ളത്. ചോദിച്ചിട്ടുണ്ട്. നൗ ദ നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്സ് ആർ 5. 5 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്സ് ഉണ്ട്. അത് 5 വർഷം തുടർച്ചയായിട്ട് കിട്ടുമോ? ഇല്ല. 4 വർഷം ആനുവലി 4 വർഷവും ഓരോ ഇൻക്രിമെന്റ് വീതം കിട്ടും. 5ാമത്തെ വർഷം ഇൻക്രിമെന്റ് ഇല്ല. 6ാമത്തെ വർഷം 5th ഇൻക്രിമെന്റ്. അങ്ങനെയാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ്? 4 ഇൻക്രിമെന്റ്സ് ആനുവലി ആൻഡ് ദ 5th ഇൻക്രിമെന്റ് ദാറ്റ് ഈസ് ബൈനിയൽ, 2 വർഷത്തിലൊരിക്കൽ. അതേ കാര്യം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ആ ടൈം സ്കെയിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ഇൻക്രിമെന്റുകൾ ലഭിക്കില്ല. അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റുകൾ കഴിഞ്ഞു. ഒരാൾ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ maximum number of increments that can be given to him is 5. എത്ര വർഷം കൊണ്ട്? 5 increments within a period of 6 years. എങ്ങനെയാണ് കാൽക്കുലേഷൻ? ഫസ്റ്റ് 4 years annual increments, 5th year no increment, 6th year the last or the 5th stagnation increment. അപ്പോൾ അതാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റിനും പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയല്ല സ്റ്റാഗ്നേഷൻ ഇന്ന് ക്വസ്റ്റ്യൻ വരിക. ഞാൻ നിങ്ങൾക്ക് വേറൊരു ടൈം സ്കെയിൽ കാണിച്ചു തരാം. ഒന്ന് സ്ക്രീനിൽ നോക്കൂ. ഈ ടൈം സ്കെയിൽ നിങ്ങളൊന്ന് നോക്കൂ. S25 സ്കെയിൽ ഓഫ് പേ 25 25ാമത്തെയാണ്. അത് ആരംഭിക്കുന്നത് 1,18,100 ആരംഭിച്ച് 1,63,400 അവസാനിക്കുന്നു. ചെറിയ ടൈം, അധികം സ്റ്റേജസ് ഇല്ല അതിൽ. അതിലൊക്കെയാണ് സ്റ്റാഗ്നേഷനിൽ എത്താൻ, പെട്ടെന്ന് സ്റ്റാഗ്നേഷനിൽ എത്തുക. ഈ സ്റ്റാർട്ടിംഗ് ടൈം സ്കെയിലുകളിലൊന്നും വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇങ്ങനെ സ്റ്റാഗ്നേഷൻ വരുന്ന പ്രശ്നമില്ല. കാരണം അതിലിടയ്ക്ക് ഗ്രേഡ് വരും, അതിലിടയ്ക്ക് ചിലപ്പോൾ പ്രൊമോഷൻ വരും. അത്രയും ലെങ്തി ടൈം സ്കെയിൽ അതൊക്കെ. പക്ഷേ ഈ ലാസ്റ്റ് 24, 25, 26, 27 ടൈം സ്കെയിലൊക്കെ ഉണ്ടല്ലോ, ചെറിയ ടൈം സ്കെയിലുകളാണ്. മാത്രമല്ല അതിൽ സ്റ്റാഗ്നേഷൻ വരാൻ ചെറിയ കുറച്ച് വളരെ ചെറിയ സ്റ്റേജുകളേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാഗ്നേഷനിലെത്തും. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഈ 1,18,100, 1,63,400, അതിൽ an officer reaches at 1,63,400 in this time scale. ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കെ ഈ ടൈം സ്കെയിലിൽ അദ്ദേഹം 1,63,400 എത്തി. He is eligible for how many stagnation increments? അദ്ദേഹത്തിന് ഇനി എത്ര സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്സിന് അർഹതയുണ്ട്? നമ്മൾ സ്വാഭാവികമായിട്ടും സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ വെച്ചാൽ നമ്മൾ പറയും 5 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇല്ല. നിങ്ങൾ ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്താ? പ്രധാനപ്പെട്ട കാര്യം, when you are adding increments to the stagnation point by or to that stage by which the officer reaches stagnation, എത്തിയ പോയിന്റ് എന്താണോ അതിനോട് കൂടി സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ the amount reached after adding the stagnation increment shall not cross the highest of that running master scale. ഓരോ ടൈമിലും ഓരോ പേരിവിഷനിലും ഒരു റണ്ണിങ് മാസ്റ്റർ സ്കെയിൽ ഉണ്ടാവും. ആ റണ്ണിങ് മാസ്റ്റർ സ്കെയിലിന്റെ മാക്സിമം എന്താണോ ആ മാക്സിമത്തിൽ കൂടുതൽ ഒരു ബേസിക് പേ കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരനും വാങ്ങിക്കുന്നില്ല. 10ാം ശമ്പള കമ്മീഷൻ പ്രകാരം 1,20,000 ആയിരുന്നു റണ്ണിങ് മാസ്റ്റർ സ്കെയിലിന്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇപ്പൊ 11ാം ശമ്പള കമ്മീഷൻ പ്രകാരം അത് 1,66,800 ആണ് റണ്ണിങ് മാസ്റ്റർ സ്കെയിലിന്റെ എൻഡ്. അപ്പൊ ഇവിടെ ഇദ്ദേഹം 1,63,400 ഇപ്പൊ വാങ്ങിക്കുന്നത്. സ്റ്റാഗ്നേഷനിലെത്തി, സ്റ്റാഗ്നേഷനിലാണ് 1,63,400 സ്റ്റാഗ്നേഷനായി.
ഇനി എത്ര ഇൻക്രിമെന്റിന് എലിജിബിലിറ്റി ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തേ നോക്കണ്ടോ, 3400 കൊടുക്കേണ്ട ഇൻക്രിമെന്റ്. അപ്പോൾ 1,63,400 കൂടെ ഒരു സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കൊടുക്കാം. 1,63,400 പ്ലസ് 3,400 എത്രയാണ് കിട്ടുക? 1,66,800 കിട്ടി. ഫസ്റ്റ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കൊടുത്തപ്പോൾ തന്നെ 1,66,800 കിട്ടി. ഇനി അയാൾക്ക് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഹി റീച്ചസ് ദ മാക്സിമം ഓഫ് ദ റണ്ണിംഗ് മാസ്റ്റർ സ്കെയിൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈൽ ഗിവിംഗ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് സ്പെഷ്യൽ കെയർ ഷാൽ ബി ദർ that the stage by adding the stagnation increment shall not cross the maximum of the running master scale of that time. അത് ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ 11ാം ശമ്പള കമ്മീഷന്റെ കാലഘട്ടത്തിൽ അത് 1,66,800 ആണ്. അതിൽ കൂടുതൽ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ആൻസർ എന്താ? 1 എന്നാണ് ഇവിടെ ആൻസർ. അത് 2 ആവാം, 3 ആവാം. ഡിപ്പെൻസ് അപ്പോൺ ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ ഓഫീസർ ഹാസ് റീച്ച്ഡ് ആസ് സ്റ്റാഗ്നേഷൻ. അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ 2 കൊടുക്കേണ്ടി വരും, അപ്പോൾ ഈ ഹയസ്റ്റിലെത്തി. ചിലപ്പോൾ 3 കൊടുക്കേണ്ടി വരും, ഹയസ്റ്റിലെത്തി. അല്ലാതെ 5 എന്ന് ബ്ലൈൻഡ് ആയിട്ട് ഒരു ഉത്തരം അവിടെ എഴുതരുത്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് എണ്ണം 5 തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ മാക്സിമം സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ് ആണ് 5. എന്നാൽ ഈ 5ഉം എല്ലാ സർക്കാർ ജീവനക്കാർക്കും എലിജിബിൾ ആയിക്കോളുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഇൻക്രിമെന്റ് കൊടുക്കുമ്പോൾ റണ്ണിംഗ് മാസ്റ്റർ സ്കെയിലിന്റെ ഹയസ്റ്റ് പോയിന്റ് ക്രോസ് ചെയ്യാൻ പാടില്ല. അതാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻക്രിമെന്റുകളിൽ ഇനിയും കാര്യങ്ങളുണ്ട്. നമുക്ക് അത് ഇനിയൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.